ഹലോ ലേണേഴ്സ്, I+ ട്രെയിനിങ് സൊല്യൂഷൻസിന്റെ UGC നെറ്റ് മാനേജ്മെന്റിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ആക്ച്വലി ക്ലാസ് അല്ല, ജൂൺ 2026 എക്സാമിന്റെ പ്രൊവിഷണൽ ആൻസർ കീ റിലീസ് ചെയ്തിട്ടുണ്ട് അല്ലെ, നിങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിൽ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ചലഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ചില ക്വസ്റ്റ്യൻസ് ഇൻ ദ സെൻസ് ഏതെങ്കിലും ആൻസേഴ്സ് ഇൻകറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് ആൻസർ കീയിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൽ മിസ്റ്റേക്സ് ഉണ്ട് എന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിത്ത് എവിഡൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ ചാലഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ NTA നമുക്ക് തരുന്നുണ്ട്. അത് ഏതൊക്കെയാണ്, നമുക്ക് അങ്ങനെ ചാലഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതും അതിനോടൊപ്പം തന്നെ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എത്രയായിരിക്കും എന്നുള്ളതിന്റെ ഒരു ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. നോക്കാം നമുക്ക്. Question ID 6859 ഇതാണ്. Which of the following reflects contingency dimensions as per Fielder's contingent theory of leadership? ആ ഒരു contingent theory of leadership പറയുന്ന അനുസരിച്ചിട്ട് താഴെ പറയുന്നതിൽ contingency എന്നുള്ളൊരു dimension സാറ്റിസ്ഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്യുന്ന കണ്ടീഷൻസ് ഏതൊക്കെയെന്നാണ്. തന്നിട്ടുള്ള ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ലീഡേഴ്സ് ആൻഡ് ഫോളോവേഴ്സ് ഹാവ് ഹൈ ഡിഗ്രി ഓഫ് കോൺഫിഡൻസ്, ട്രസ്റ്റ് ആൻഡ് റെസ്പെക്ട് ഫോർ ഈച്ച് അതർ. കറക്റ്റ് ആണല്ലോ, അതൊരു കണ്ടിജൻസി കണ്ടീഷനാണ്. ലീഡേഴ്സിനും ഫോളോവേഴ്സിനും ആ ഒരു രണ്ടുപേർക്കും ആണെങ്കിലും ഹൈ ഡിഗ്രി ഓഫ് കോൺഫിഡൻസ് ഉണ്ട്, പരസ്പരം ട്രസ്റ്റ് ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബഹുമാനിക്കുന്നുണ്ട്. ശരിക്കും ഒരു കണ്ടിജൻസി കണ്ടീഷനാണ്. എല്ലായിടത്തും വരുന്ന അല്ലെങ്കിൽ എല്ലായിടത്തും വരാൻ സാധ്യതയുള്ള ഒരു കണ്ടീഷൻ അല്ല. സോ ഡെഫിനറ്റ്ലി എ നമ്മുടെ ആൻസറിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ബി പറയുന്നത് ഫോളോവേഴ്സ് ആർ റെഡി ആൻഡ് വില്ലിംഗ് ടു അക്കംപ്ലിഷ് ദ ടാസ്ക്. ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോളോവേഴ്സ് റെഡിയാണ്, വില്ലിംഗ് ആണ്. അതും എഗെയിൻ ഒരു കണ്ടിജൻസി ആയിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ്, ഒരു സിറ്റുവേഷണൽ ഫാക്ടറാണ്. സി പറയുന്നത് ലീഡേഴ്സ് ഡിറൈവ് ദെയർ പവർ ഫ്രം ഫോമൽ ഓർഗനൈസേഷണൽ പൊസിഷൻസ്. ഫോമൽ ഓർഗനൈസേഷണൽ പൊസിഷൻസിൽ നിന്നാണ് ലീഡേഴ്സ് അവരുടെ പവർ ഡിറൈവ് ചെയ്യുന്നത്. അതും ഒരു കണ്ടിജൻസി കണ്ടീഷൻ അല്ലെ, സിറ്റുവേഷണൽ ആയിട്ട് വരുന്ന ഒരു ഫാക്ടറാണത്. ഡി നോക്കിക്കേ, എ ലീഡേഴ്സ് റോൾ ഈസ് ടു അസിസ്റ്റ് ഫോളോവേഴ്സ് ബൈ പ്രൊവൈഡിങ് നെസസറി റിസോഴ്സസ്. നെസസറി റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ആ ഒരു ഫോളോവേഴ്സിനെ അസിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ലീഡറിന്റെ റോൾ. എഗെയിൻ അതും ഒരു സിറ്റുവേഷണൽ ഫാക്ടറാണ്. ഈ പറയുന്നു ഡിഗ്രി ടു വിച്ച് എ ജോബ് അസൈൻമെന്റ് ഈ സ്ട്രക്ചേർഡ് ഓർ അൺസ്ട്രക്ചേർഡ് ഇൻഫ്ലുവൻസസ് വൺസ് ലീഡർഷിപ്പ് സ്റ്റൈൽ. ആ ഒരു ജോബ് അസൈൻമെന്റ് സ്ട്രക്ചേർഡ് ആണോ അൺസ്ട്രക്ചേർഡ് ആണോ എന്നുള്ളത് ആ ഒരു ലീഡർഷിപ്പ് സ്റ്റൈലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. വേണമെങ്കിൽ നമുക്ക് അത് വേണമെങ്കിൽ എന്നല്ല, അത് ശരിക്കും എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടറാണ്. അതായത് ഡിഗ്രി ടു വിച്ച് ജോബ് അസൈൻമെന്റ് ഈ സ്ട്രക്ചേർഡ് ഓർ അൺസ്ട്രക്ചേർഡ് ഇൻഫ്ലുവൻസസ് വൺസ് ലീഡർഷിപ്പ് സ്റ്റൈൽ. അതൊരു ലീഡർഷിപ്പ് സ്റ്റൈലിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടറിനെ പറ്റിയിട്ട് പറയുവാണ്, അല്ലാതെ അതൊരു കണ്ടിജൻസി ലീഡർഷിപ്പ് തിയറിനെ പറ്റിയിട്ട് പറയുന്ന ഒരു കാര്യമല്ല. അപ്പൊ ഈ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ലാത്തൊരു ഓപ്ഷനാണ്. ബാക്കിയെല്ലാം എ ബി സി ഡി നമുക്ക് ഒബ്വിയസ്ലി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഇനി ഡി വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സ്ലൈറ്റ്ലി ഒന്ന് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ബാക്കി എയും ബിയും സിയും ഡിയും അല്ല സോറി എയും ബിയും സിയും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. പക്ഷെ നമുക്ക് തന്നിട്ടുള്ള ആൻസർ ഓപ്ഷൻസിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോ നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് ബി സി ആൻഡ് ജി ആണ് കറക്റ്റ് ആൻസർ എന്നാണ് നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്ക് എയും ബിയും സിയും കറക്റ്റ് ആണ്. ഇനി മറ്റൊരു കാര്യം വരുന്നത്, നമുക്കിത് ചാലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ചലഞ്ച് ചെയ്യുമ്പോൾ NTA വേണമെങ്കിൽ പറയാം, നിങ്ങൾക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസിൽ നിന്ന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ MCQs ഡിസ്കസ് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് അതാണ്, നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരുന്ന ഒരു ആൻസർ നമ്മൾ പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബിയും സിയും ഡിയും കറക്റ്റ് ആണ്. ഇത് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. കാരണം ബി എന്തായാലും വരുന്നുണ്ട്, ഫോളോവേഴ്സ് ആർ റെഡി ആൻഡ് വില്ലിംഗ് ടു അക്കംപ്ലിഷ് ദ ടാസ്ക്. ഡെഫിനറ്റ്ലി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ആണ്. ലീഡേഴ്സ് ഡിറൈവ് ദെയർ പവർ ഫ്രം ഫോമൽ ഓർഗനൈസേഷണൽ പൊസിഷൻ, അതും നമ്മൾ കൺസിഡർ ചെയ്തേ പറ്റുള്ളൂ. അപ്പം എന്തായാലും ബി ഉറപ്പായിട്ട് നമ്മുടെ ആൻസറിലുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ബിയും സിയും ഡിയും ആണ് കറക്റ്റ് ആൻസർ എന്നുള്ളതിലോട്ട് എത്താനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബൈ തിയറി നമ്മൾ നോക്കുകയാണെങ്കിൽ എയും ബിയും സിയും ഡിയും കറക്റ്റ് ആണ്. അറ്റ്ലീസ്റ്റ് എ ബി സി ഡെഫിനറ്റ്ലി വരേണ്ട ഒരു കാര്യമാണ്. നമുക്ക് വേണമെങ്കിൽ ചാലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ തിരിച്ച് ഇന്ത്യക്ക് വേണമെങ്കിൽ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ നിന്ന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ചൂസ് ചെയ്യണം എന്നൊരു രീതിയിൽ പറയാം. നിങ്ങളുടെ ഓപ്ഷനാണ് ചാലഞ്ച് ചെയ്യണോ വേണ്ട എന്നുള്ളത്. എനിവേ നമുക്ക് ചാലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. മറ്റൊരു സജഷൻ ഈ ക്വസ്റ്റ്യൻ ആണ്, ID 6869 ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ഓപ്ഷൻസ് അവൈലബിൾ ഫോർ എ ഫോം ടു എൻറ്റർ ഇന്റർനാഷണൽ മാർക്കറ്റ് ത്രൂ ജോയിന്റ് വെഞ്ചർ. ജോയിന്റ് വെഞ്ചറിലൂടെ ഇന്റർനാഷണൽ മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്യാനുള്ള അല്ലെങ്കിൽ എൻ്റർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്ന
ഒരു ഫേമിന് മുന്നിലുള്ള ഓപ്ഷൻസ് താഴെ പറയുന്നത് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ഓപ്ഷൻസ് ഏതൊക്കെ വഴികളിലൂടെയാണ് ഒരു ഫേമിന് ഒരു ഇന്റർനാഷണൽ മാർക്കറ്റിലോട്ട് എൻട്രി ചെയ്യാൻ പറ്റുന്നത്, ഏത് വഴി? ജോയിന്റ് വെഞ്ചറിലൂടെ. അതാണ് അവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്ന ഒരു പോയിന്റ്. ഈ ഒരു ജോയിന്റ് വെഞ്ചറിലൂടെ ഇന്റർനാഷണൽ മാർക്കറ്റിലോട്ട് എൻട്രി ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എൻട്രി പറഞ്ഞിരിക്കുന്ന കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ്. 3, യെസ്, ACD ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ ഓപ്ഷൻ ആയിട്ട് നോക്കാം. നോക്കിക്കേ, കോൺട്രാക്ട് മാനുഫാക്ചറിങ് ഡെഫിനറ്റ്ലി ഒരു ടൈപ്പ് ഓഫ് ജോയിന്റ് വെഞ്ചർ ആണ്. അതുവഴി ഇന്റർനാഷണൽ മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്യാനായിട്ടും പറ്റും. അതായത് കോൺട്രാക്ട് മാനുഫാക്ചറിങ് ഈസ് എ കൈൻഡ് ഓഫ് കോൺട്രാക്ട് JV അല്ലെ, ആ ഒരു ജോയിന്റ് വെഞ്ചറിന്റെ ഒരു ടൈപ്പ് തന്നെയാണ് അത്. കോൺട്രാക്ച്വൽ JV എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ A എന്തായാലും നമ്മുടെ ആൻസറിൽ വരും എന്നുള്ളത് നമുക്ക് ഉറപ്പായി. ഇനി ആ ഒരു കോൺട്രാക്ട് മാനുഫാക്ചറിങ് വരും എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മാനേജ്മെന്റ് കോൺട്രാക്ടിങ്ങും വരണം. അപ്പം Aയും Dയും നമ്മുടെ ആൻസറിലുണ്ട്. അപ്പൊ A വരാത്ത ഓപ്ഷൻ 4 നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. അത് നമ്മൾ ഇനി കൺസിഡർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ Aയും Dയും നമ്മുടെ ആൻസറിലുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി തന്നിട്ടുള്ള മറ്റൊരു ഓപ്ഷൻ, ഈ ഒരു മാനുഫാക്ചറിങ് ബണ്ടിൽ ഫെസിലിറ്റീസ്. ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് വിത്ത് ഫെസിലിറ്റീസിനെ പ്രൊവൈഡ് ചെയ്യുക. അത് നമ്മുടെ ജോയിന്റ് വെഞ്ചർ, പുതിയതായിട്ട് ഒരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ രണ്ട് ഫേംസ് ചേർന്നിട്ട് ഒരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യുക, അത് അവിടെ റിലേഷൻ വരുന്നില്ല. അതുപോലെ തന്നെയാണ് ഈ ഒരു അസംബ്ലി ഫെസിലിറ്റീസ് ആണെങ്കിൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, സംതിങ് റിലേറ്റഡ് വിത്ത് ദാറ്റ് ആണ്. അപ്പൊ അത് നമ്മുടെ ജോയിന്റ് വെഞ്ചറുമായിട്ട് റിലേഷൻ വരുന്നില്ല. അപ്പൊ Bയും Eയും നമ്മുടെ ഓപ്ഷൻസിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 2ഉം എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഡെഫിനറ്റ്ലി എൻട്രി പറയുന്ന ഒരു ആൻസർ കീയിലോട്ട് നമ്മൾ എത്തി, A, C and D. ഇനി ക്വസ്റ്റ്യൻ വരുന്നത്, ഈ ഒരു ലൈസൻസിങ് എന്ന് പറയുന്നത് ജോയിന്റ് വെഞ്ചറിങ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണോ? നമ്മൾ ഇന്റർനാഷണൽ മാർക്കറ്റിലോട്ടുള്ള എൻട്രി മോഡ്സ് പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് വരുന്ന ഒരു കാര്യമാണ് ഈ ഒരു ജോയിന്റ് വെഞ്ചർ ആണെന്നുണ്ടെങ്കിലും ലൈസൻസിങ് ആണെങ്കിലും. അത് രണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എൻട്രി മോഡ്സ് ആണ്. അല്ലാതെ ജോയിന്റ് വെഞ്ചറും ലൈസൻസിങ്ങുമായിട്ട് നേരിട്ടൊരു ബന്ധം ശരിക്കും വരുന്നില്ല. ജോയിന്റ് വെഞ്ചർ വേറൊരു എൻട്രി മോഡാണ്, ലൈസൻസിങ് ആണെന്നുണ്ടെങ്കിൽ മറ്റൊരു എൻട്രി മോഡാണ്. അത് തമ്മിൽ ഒരുമിച്ച് വരുന്ന ആ ഒരു സിനാരിയോ ഇല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അതും നമ്മൾ ചലഞ്ച് ചെയ്യാനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം NTA പറയുന്ന അനുസരിച്ചിട്ട് Aയും Cയും Dയും ആണ് ഒറ്റ കോംബോയിനകത്ത് വരുന്നത്. പക്ഷേ ലൈസൻസിങ് ഈസ് സംതിങ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ജോയിന്റ് വെഞ്ചർ. സോ ദിസ് ക്വസ്റ്റ്യൻ ഓൾസോ വി ക്യാൻ ചാലഞ്ച്. ഇനി നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ ID 6831. How much of the central government supplies are procured from MSME enterprises? സെൻട്രൽ ഗവൺമെന്റ് സപ്ലൈസിന്റെ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ സെൻസ് പബ്ലിക് സെക്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അവരുടെ സപ്ലൈസിന്റെ അല്ലെങ്കിൽ അവരുടെ പ്രൊക്യൂർമെന്റിന്റെ എത്ര പെർസെന്റേജ് ആണ് MSMEയിൽ നിന്ന് മാൻഡേറ്ററിലി പ്രൊക്യൂർ ചെയ്യേണ്ടത്? അതാണ് ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത്. ശരിക്കും ക്വസ്റ്റ്യനിൽ ഒരു എറർ ഉണ്ട്. ഇവിടെ ഹൗ മച്ച് ഓഫ് ദ എന്നുള്ളതല്ല നമ്മളോട് ചോദിക്കേണ്ടിയിരുന്നത്. ഹൗ മച്ച് ഓഫ് ദ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ക്യാൻ ബി എനി നമ്പർ അല്ലേ. ഇറ്റ് ക്യാൻ ബി 10 ആകാം, 30 ആകാം, 50 ആകാം, 25 ആകാം, 70 ആകാം, 80 ആകാം, എത്ര വേണമെങ്കിലും ആകാം. ഹൗ മച്ച് മാക്സിമം എത്ര വേണമെങ്കിലും ആകും. ദർ ഇസ് നോ ലിമിറ്റ്. പക്ഷെ മിനിമം എന്ന് വേണമായിരുന്നു നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടിയിരുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ 25% ആണ്. ഈ സെൻട്രൽ ഗവൺമെന്റ് സപ്ലൈസ് അവരുടെ ആനുവൽ പ്രൊക്യൂർമെന്റിന്റെ 25% അറ്റ്ലീസ്റ്റ് MSME എന്റർപ്രൈസസിൽ നിന്ന് പ്രൊക്യൂർ ചെയ്തിരിക്കണം. അപ്പൊ മിനിമം ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും 25% ആണ് എന്നുള്ളത് മറുപടി പറയാനായിട്ട് പറ്റും. പക്ഷേ ഹൗ മച്ച് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ക്യാൻ ബി എനി നമ്പർ. ഓക്കെ, ആ ഒരു 25 to 100%-നുള്ളിൽ ഏത് വന്നാലും ആസ് പെർ ദ റൂൾ അത് കറക്റ്റ് ആണ്, അല്ലെങ്കിൽ ആ ഒരു റൂള് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ 25% ആണ് എന്നുണ്ടെങ്കിൽ മിനിമം എന്നായിരുന്നു വരേണ്ടിയിരുന്നത്. അതൊരു എറർ ആണ് ആക്ച്വലി. മേ ബി ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഡ്രോപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യത അവിടെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു എറർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് NTA എല്ലാ ആൻസേഴ്സിനും കറക്റ്റ് മാർക്ക് 2 മാർക്സ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. എനിവേ നമുക്ക് ചാലഞ്ച് ചെയ്യാനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇത്. ഇനി എക്സാം കഴിയുന്നത് മുതൽ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങുന്നത് മുതൽ നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യമാണല്ലേ, കട്ട് ഓഫ് എത്രയായിരിക്കും, എക്സ്പെക്ടഡ് കട്ട് ഓഫ് എത്രയായിരിക്കും എന്നുള്ളത്. ഇത് നമ്മളൊന്ന് അനലൈസ് ചെയ്തിട്ട് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ള കുറച്ച് നമ്പേഴ്സ് ആണ് ഈ കാണിക്കുന്നത്. അല്ലെങ്കിൽ ഇത് കാണിക്കുന്നതല്ല, ഇത് ഓൾറെഡി ഉള്ളതാണ്. നമ്മൾ ഇനി പറയാൻ പോകുന്നത് ആ ഒരു ജൂൺ 2026 ഇപ്പൊ നമ്മൾ എഴുതിയ എക്സാമിന്റെ ആ ഒരു കട്ട് ഓഫ്, എക്സ്പെക്ടഡ് കട്ട് ഓഫ്, ജസ്റ്റ് പ്രോബബിലിറ്റി പ്രഡിക്ഷൻ ആണ്. നമുക്ക് ഫുൾ അനലൈസ് ചെയ്ത് പറയാനായിട്ട് പറ്റത്തില്ല. നമ്മൾ എത്രയൊക്കെ തന്നെ പ്രഡിക്റ്റ് ചെയ്താലും, കൂട്ടി പറഞ്ഞാലും കുറച്ച് പറഞ്ഞാലും ആ ഒരു NTA കട്ട് ഓഫ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് ആ ഒരു എക്സാക്ട് നമ്പർ അറിയാൻ പറ്റുന്നത്. നമ്മൾ എനിവേ കഴിഞ്ഞ വർഷങ്ങളിൽ ആ ഒരു ട്രെൻഡ് നോക്കിയിട്ട് ഫുൾ കാറ്റഗറി വൈസ് നമ്മൾ പറയുന്നില്ല. കാരണം അത് അഗെയിൻ നമുക്ക് ടെൻഷനിലോട്ടൊക്കെ എത്തിക്കാനേ ഹെൽപ്പ് ചെയ്യുള്ളൂ. നമുക്ക് എന്തായിരിക്കും എന്നുള്ളത്, ജസ്റ്റ് എന്തായിരിക്കും ആ ഒരു ട്രെൻഡ് എങ്ങനെയായിരിക്കും എന്നുള്ളത് മാത്രം നമുക്കൊന്ന് നോക്കി പോവാം. നോക്കിക്കേ, JRF കട്ട് ഓഫ്
അൺറിസർവ്ഡ് കാറ്റഗറിക്ക് നോക്കുവാണെങ്കിൽ 2024 ജൂണിൽ 214 EWSന് 206 OBC 202 SC വന്നിട്ട് 164 ST 188 ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ലെക്ചർഷിപ്പിന് ഇതിന് കുറച്ച് താഴെ, അതും ഇവിടെ നമുക്ക് ആ ഒരു വേരിയേഷൻ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നോക്കിക്കേ 214 184 അത്രയും മാർക്കിന്റെ ഡിഫറൻസ് വരുന്നുണ്ട് ഇവിടെ. എന്നാൽ ഇവിടെ SC ആണെന്നുണ്ടെങ്കിൽ 4 മാർക്കിന്റെ ഡിഫറൻസ് ആണ് വരുന്നത്. ബാക്കി എല്ലായിടത്തും അത്യാവശ്യം നല്ല ഡിഫറൻസ് അവിടെ കാണിക്കുന്നുണ്ട്. ഇനി അടുത്ത് വന്നിട്ട് PhD ഓൺലി ആണെന്നുണ്ടെങ്കിലും ഇതേപോലെ ആ ഒരു ഡിഫറൻസ് നമുക്ക് അവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ദെൻ 2024 വന്നപ്പോഴത്തേക്കും 220 ആയിരുന്നു JRFന്റെ കട്ട് ഓഫ്. ലെക്ചർഷിപ്പ് ഓൺലി അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഓൺലി ആണെന്നുണ്ടെങ്കിൽ 194 ആയി. ഇവിടെ 212 ആയിരുന്നു, 178, 208, 178, 196, 170, 190, 170 അങ്ങനെയാണ് ആ ഒരു മാർക്കിന്റെ വേരിയേഷൻ പോകുന്നത്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായാലും കട്ട് ഓഫ് കൂടി വരുവാണ്. നമുക്ക് ആ ഒരു നെറ്റ് അല്ലെങ്കിൽ JRF അല്ലെങ്കിൽ PhD ഓൺലി ഏതാണെങ്കിലും നമുക്ക് വേണ്ട സ്കോർ എല്ലായിടത്തും കൂടുന്നുണ്ട്. അതാണ് ഒരു ജനറൽ ട്രെൻഡ്. 25 വന്നപ്പോഴത്തേക്കും JRF 218 ആയി. അപ്പൊ ഇവിടെ 220 എന്നുള്ളത് 218, 2 മാർക്ക്, അതായത് ഒരു ക്വസ്റ്റ്യൻ ആണ് അവിടെ ഡിഫറൻസ് വന്നത്. ഇവിടെ 212 എന്നുള്ളത് 208 ആയി, 208 എന്നുള്ളത് 206 ആയി. അവിടെ അഗൈൻ ഒരു ക്വസ്റ്റ്യന്റെ ഡിഫറൻസ് ആണ് വരുന്നത്. ഇവിടെ 196 എന്നുള്ളത് 200 ആയി, 190, 194 ആയി. അസിസ്റ്റന്റ് പ്രൊഫസറിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് പറ്റും. അഗൈൻ ഏകദേശം ഈ ഒരു പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് അല്ലെങ്കിൽ ഒരു കുറവ് എല്ലായിടത്തും നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഡിസംബർ 2025 എത്തിയപ്പോഴത്തേക്കും ആ ഒരു ഡിസംബർ 2024ന്റെ ഏകദേശം ആ ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. 220 തന്നെ ആയിരുന്നു. എന്നാൽ അസിസ്റ്റന്റ് പ്രൊഫസറിൻ്റെത് 186 ആയി കുറഞ്ഞു. ഇവിടെ എല്ലായിടത്തും നമുക്ക് ഈ ഒരു ട്രെൻഡ് തന്നെയാണ് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഇത് ഫോളോ ചെയ്തിട്ട് ഇത് വെച്ചിട്ട് നമ്മളൊന്ന് എസ്റ്റിമേറ്റ് ചെയ്ത് പറയുവാണെങ്കിൽ ഇവിടെ ഇത്തവണയും JRFന്റെ സ്കോർ കൂടാനാണ് സാധ്യത. ഇവിടത്തെ 220 എന്നുള്ളത് ഒരു 222 അല്ലെങ്കിൽ ഒരു 224 അങ്ങനെ എന്തെങ്കിലും ഒരു സ്കോറിലോട്ട് പോകാനായിരിക്കും ഇവിടെ ഒരു സാധ്യത വരുന്നത്. JRFന്റെ സ്കോർ ഒരു 220 നിന്ന് ഒരു സ്ലൈറ്റ് വേരിയേഷൻ ഒരു കൂടാനാണ് സാധ്യത. കാരണം നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഫുൾ ഞാനിപ്പോ നോക്കിയായിരുന്നു. അപ്പൊ അത് നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എക്സാം അത്രത്തോളം ടഫ് അല്ല. നമ്മുടെ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും പറഞ്ഞൊരു ഫീഡ്ബാക്കും അതായിരുന്നു. എക്സാം കഴിഞ്ഞിട്ട് വളരെ ടഫ് ആയിട്ടുള്ള ഒരു എക്സാം അല്ലായിരുന്നു. മോഡറേറ്റ് ലെവൽ എന്നൊരു കാറ്റഗറിക്കകത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു എക്സാം ആയിരുന്നു ഇപ്പൊ കഴിഞ്ഞത്. റിപ്പീറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചധികം ഉണ്ടായിരുന്നു. അപ്പൊ അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനൊക്കെ ഒന്ന് സോൾവ് ചെയ്തിട്ട് പോയിട്ടുള്ള ഒരാൾക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയായിരുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും കട്ട് ഓഫ് അതിനേക്കാളും താഴെ പോകാനുള്ള ഒരു സാധ്യത വളരെ 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 കുറവാണ്. അതുകൊണ്ട് നമുക്ക് എനിവേ ആ ഒരു 220 എന്നുള്ളത് നമുക്കൊരു ബെഞ്ച് മാർക്ക് ആയിട്ട് വെക്കാം. അതിൽ നിന്ന് നമുക്ക് കൂട്ടി ഒരു 2 അല്ലെങ്കിൽ ഒരു 4 മാർക്കോളം കൂടുതൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കുറയാനുള്ള ഒരു സാധ്യത വളരെ 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 കുറവാണ്. മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ചാൻസ് മാത്രമേ വരുന്നുള്ളൂ. ഇനി അസിസ്റ്റന്റ് പ്രൊഫസറിനാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം 186 ആയിരുന്നു. അപ്പൊ നമ്മളിവിടെ JRF 220 എബോ എന്ന് പറയുമ്പോഴത്തേക്കും 186 പോകാനുള്ള ഒരു സാധ്യതയില്ല. നമ്മൾ പറഞ്ഞതുപോലെ എക്സാം അത്രത്തോളം ടഫ് ആയിരുന്നില്ല. അപ്പൊ ഈ പറഞ്ഞ ഒരു 194 എന്നുള്ളത് മേ ബി ഒരു 192 എനിവേ 190 എബോ ആയിരിക്കാം എന്നൊരു അസംഷനിൽ നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ തന്നെ ആകാനുള്ള സാധ്യതയും. കാരണം എക്സാം ടഫ് ആകുമ്പോഴാണ് നമുക്ക് കട്ട് ഓഫിന്റെ സ്കോർ കുറയുന്നത്. എക്സാം അത്രത്തോളം ടഫ് അല്ല എന്നുള്ളതാണ് ജനറൽ ഒപ്പീനിയൻ ആണ് കേട്ടോ. 1-2 ആൾക്കാർ പറഞ്ഞതല്ല. ഒരു 10, 12, 15ഓളം പേരോട് ചോദിച്ചിട്ട് പറയുന്ന ഒരു ഒപ്പീനിയൻ ആണിത്. അപ്പം എക്സാം വളരെ ടഫ് അല്ല എന്നുള്ളതാണ് പറഞ്ഞത്. പ്രിപ്പയർ ചെയ്തിട്ട് പോയ ആൾക്കാരോടാണ് നമ്മൾ ഒപ്പീനിയൻ ചോദിച്ചത്. അപ്പം കുഴപ്പമില്ലാത്തൊരു എക്സാം എന്നുള്ളൊരു ഫീഡ്ബാക്ക് ആണ് നമുക്ക് ജനറലി കിട്ടിയത്. അപ്പൊ എന്തായാലും 180 എബോവ് തന്നെ പോകും എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി ഈ പറയുന്ന PhD മല്ലി ആണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇപ്പൊ ഒരു 162, 170, 172, 162 എന്നൊരു സ്കോർ ആണ്. അതൊരു 170 ആ ഒരു റേഞ്ചിൽ നിൽക്കും എന്നുള്ളത് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പൊ ഇവിടെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ട്രെൻഡ്, ഈ ഒരു പാറ്റേൺ, അപ്പൊ എന്തായാലും ഇവിടെ വന്നിട്ടുള്ള ഇവിടെയൊക്കെ എല്ലാ കാറ്റഗറിയിലും വന്നിട്ടുള്ള ആ ഒരു കട്ട് ഓഫിനെക്കാളും കുറയാനുള്ള ഒരു സാധ്യത ഇല്ല എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പൊ കൂടാനാണ് ഒരു 2 മാർക്കെങ്കിലും, 2 അല്ല ഒരു 4 മാർക്കൊക്കെ കൂടാനാണ് സാധ്യത കൂടുതൽ. അപ്പൊ ഈ കട്ട് ഓഫ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ രണ്ട് പോസിറ്റിവിറ്റി അല്ലെങ്കിൽ 2 പോസിബിലിറ്റി ആണ് ഇവിടെ ഉള്ളത്. ഒന്ന്, മാർക്കുള്ള ആൾക്കാർക്ക് ഒരു സന്തോഷം, ടെൻഷൻ ഒന്ന് കുറയ്ക്കാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. ഇനി എനിക്കറിയാലോ ഞാൻ എക്സാം എഴുതിയത് എങ്ങനെയാണെന്ന്. എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ഐഡിയ കിട്ടിയായിരുന്നു. ഇപ്പൊ ആൻസർ കീ ചെക്ക് ചെയ്ത് ഈ ഒരു എക്സ്പെക്ടഡ് കട്ട് ഓഫിലോട്ടൊക്കെ നമ്മൾ എത്തി നിൽക്കുമ്പോൾ കുറച്ചും കൂടി എനിക്കൊരു ഐഡിയ കിട്ടും എന്റെ മാർക്ക് എത്രയാണെന്നുള്ളത്. അപ്പൊ അതിന്റെ ബേസിസിൽ എനിക്ക് JRF ആണ് വേണ്ടത്. എന്നാൽ എനിക്ക് ഇപ്പോൾ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിനുള്ള മാർക്കേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇമ്മീഡിയറ്റ്ലി എത്രയും പെട്ടെന്ന് എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു ആ ഒരു പ്രിപ്പറേഷൻ അടുത്ത സൈക്കിളിന് വേണ്ടിയിട്ടുള്ളത്.
അതുപോലെ തന്നെ അഥവാ നമുക്ക് സ്കോർ കുറവാണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച ആ ഒരു കാറ്റഗറി ആ കട്ട് ഓഫിലോട്ടല്ല, ഇപ്പം JRF വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തു, അസിസ്റ്റന്റ് പ്രൊഫസർ ആണ് കിട്ടിയത്, അല്ലെങ്കിൽ PhD മല്ലിയാണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത സൈക്കിളിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. സമയം പോയിക്കൊണ്ടിരിക്കുവാണ്. ഈ ഒരു ആൻസർ കീ വരുന്നതാണെന്നുണ്ടെങ്കിലും റിസൾട്ട് വരുന്നതാണെന്നുണ്ടെങ്കിലും ഇൻ കേസ് അതിന്റെ സൈഡിൽ നിന്നുള്ള വർക്കുകൾ നടന്നോളും. നമ്മൾ നമ്മുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഇനി അടുത്ത സൈക്കിൾ മുന്നിൽ കണ്ടുകൊണ്ട് പ്രിപ്പറേഷൻസ് ഒട്ടും ഡിലേ ആക്കാതെ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ കട്ട് ഓഫ് ഇത്രയൊക്കെ ആയിരിക്കും വരാനുള്ള സാധ്യത. അതിനെപ്പറ്റി നമ്മളിപ്പം ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ആ ഒരു ആൻസർ കീ വരും, അതിന്റെ പുറകെ തന്നെ റിസൾട്ടും വരും. അപ്പൊ എന്തായാലും നമുക്കറിയാലോ, നമ്മൾ കുറെ ടെൻഷൻ അടിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ കാര്യമൊന്നും വരുന്നില്ല. അപ്പൊ നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ടിരുന്നു. നമുക്ക് ഇനി മുന്നിൽ ആവശ്യത്തിന് സമയമുണ്ട്. അടുത്ത പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇനി പറയാനുള്ള കാര്യം, ആൻസർ കീ വന്നു, നമ്മൾ പെട്ടെന്നാണ് ഈ ഒരു ഫുൾ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയിട്ടാണ് ഈ ഒരു ഡിസ്കഷൻ നടത്തിയത്. ഇനി നിങ്ങൾ നോക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് അല്ലാതെ വേറെ എന്തെങ്കിലും അഡീഷണലി ചാലഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക, പറയാം, നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇത് ചാലഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രൂഫ് എവിഡൻസ് അവിടെ പ്രൊവൈഡ് ചെയ്യണം. അതും നിങ്ങൾ ട്രൈ ചെയ്യുക കിട്ടാനായിട്ട്, അല്ലെങ്കിൽ അത് എടുക്കാനായിട്ട്. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതും കോൺടാക്ട് ചെയ്യുക. നമുക്ക് മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ മാക്സിമം നമ്മൾ നോക്കിയിട്ട് അതും എടുക്കാനായിട്ട് ട്രൈ ചെയ്യും. Okay, thank you so much.